നമസ്കാരം. ക്രീഡേരിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗാരത്ത് ബെയിലിൻ്റെ റയൽ മാഡ്രിഡ് കാർഡിൻ്റെ റിവ്യൂ ആണ്. എനിക്ക് പേഴ്സണലി ഈ കാർഡ് ഒരു 6 മാസം മുന്നേ ആദ്യമായി ഗെയിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ കിട്ടിയതാണ്. ഇത്രയും കാലം ഞാൻ കളിച്ചിട്ടുള്ള ഏകദേശം 900 മാച്ചസിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇപ്പോൾ വന്ന് ഈ പാക്ക് കറക്കണോ വേണ്ടയോ എന്ന്. മറ്റാരും പറയാത്ത ഈ കാർഡിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായി കാണാൻ നോക്കുക. മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട ഒഫൻസീവ് അവർനെസ് ആണ്. ഒരു ആവറേജ് ലെവൽ മാത്രമാണ് ഈ കാർഡിൻ്റെ ഒഫൻസീവ് അവർനെസ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിൻ ചെയ്യുമ്പോൾ കൂട്ടിക്കൊടുക്കാം, പക്ഷേ ഒരു സ്ട്രൈക്കർക്ക് വേണ്ട ഒഫൻസീവ് അവർനെസ്സിലേക്ക് എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ CFലോ പിങ്ങിലോ ഇട്ടാൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണമെന്നില്ല. പകരം ബോൾ ഒന്ന് റിസീവ് ചെയ്ത് മറ്റു പ്ലെയറിന് പാസ് ഇട്ടതിന് ശേഷം റണ്ണെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാർഡാണിത്. എന്ന് വെച്ച് തീരെ ഫ്രണ്ടിലേക്ക് മൂവ്മെൻറ്റ് എടുക്കുന്നില്ലെന്നല്ല, നന്നായി ഓടിക്കയറും ഈ കാർഡ്. പക്ഷേ നിങ്ങൾ കണ്ണടച്ച് ത്രൂ ബോൾസ് ഇട്ട് കൊടുക്കുന്നതിന് പകരം ഒന്ന് നോക്കുക. പ്ലെയർ നിൽക്കുകയാണെങ്കിൽ പാസ് ഇടുക, റണ്ണെടുത്ത് തുടങ്ങുകയാണെങ്കിൽ മാത്രം ത്രൂ ബോൾസ് ഇടുക. മൂവ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്ലെയർ ഓടി തുടങ്ങുകയാണെങ്കിൽ ത്രൂ ബോൾസ് ഇട്ടോളാൻ. അതിപ്പോൾ ഒരു ഡിഫൻഡർ സൈഡിലുണ്ടെങ്കിലും ഇട്ട് കൊടുത്തോളൂ. കാരണം ഈ കാർഡിന് ഏത് പ്ലെയറെ വേണമെങ്കിലും ഓടി തോൽപ്പിക്കാൻ സാധിക്കും. അതിപ്പോൾ കുറച്ച് പുറകിൽ നിന്നുള്ള റേസ് ആയാലും ബെയിൽ റെഡി. അതിൽ സ്പീഡും അതിനൊത്ത ആക്സിലറേഷനുമാണ് ഈ കാർഡിന് വരുന്നത്. ഈ ഫുട്ബോളിലെ തന്നെ വൺ ഓഫ് ദ സ്പീഡിയസ്റ്റ് കാർഡാണിത്. ഈ കാർഡിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജും ഇത് തന്നെ. അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കൽ കോൺടാക്റ്റ് ഉള്ള കാർഡാണിത്. റൺ എടുത്തു കഴിഞ്ഞാൽ മറ്റു പ്ലെയേഴ്സിന് ബെയിലിനെ സൈഡിൽ നിന്നും ബാക്കിൽ നിന്നുമൊക്കെ വലിച്ചിടാൻ നന്നേ പാടാണ്. പ്ലെയേഴ്സിനെ ഷീൽഡ് ചെയ്ത് കളിക്കാനും ഈ ഫിസിക്കൽ കോൺടാക്റ്റ് കൊണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരു പാറ പോലത്തെ ഷീൽഡിങ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമുക്കൊരു സ്ട്രൈക്കറിൽ നിന്ന് വേണ്ട ഫിസിക്ക് ഈ പ്ലെയർ തരുന്നുണ്ട്. നല്ല ഹൈറ്റുള്ള പ്ലെയറാണ് ബെയിൽ. അത്യാവശ്യം ഡീസൻറ്റ് ജമ്പിങ്ങും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോൾസ് അത്യാവശ്യം നന്നായി തന്നെ ഹെഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ടോപ്പ് ഹെഡർ ഇൻ ദ ഗെയിം എന്ന് ഞാൻ പറയില്ല. അതിന് കാരണം ഹെഡിങ് എബിലിറ്റി വളരെ കുറവാണ്. നിങ്ങൾ ക്രോസ് ഇട്ട് ഹെഡിങ്ങിലൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന യൂസേഴ്സ് ആണെങ്കിൽ ഹെഡിങ് എബിലിറ്റി കൂട്ടിക്കൊടുക്കുകയും ഹെഡിങ് സ്കിൽ കൊടുക്കുകയും ചെയ്യാം. ഡിഫൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് ബോൾ റാഞ്ചിയെടുക്കാനും ബെയിൽ വളരെ മിടുക്കനാണ്. അത്യാവശ്യം ഡീസൻ്റായിട്ട് പാസ് ഇടാൻ പറ്റുന്ന കാർഡാണിത്. ത്രൂ പാസ് സ്കില്ലും വരുന്നുണ്ട്. മറ്റ് പ്ലെയേഴ്സായിട്ട് ലിങ്ക് ചെയ്ത് കളിക്കാൻ ഇതുകൊണ്ട് തന്നെ ഈസിയായിട്ട് പറ്റുന്നുണ്ട്. ഒരു സപ്പോർട്ടിംഗ് CF ആയിട്ട് ബെയിലിനെ യൂസ് ചെയ്യാനും ഈ പാസിങ്ങിൻ്റെ എബിലിറ്റീസ് കൊണ്ട് സാധിക്കും. പിൻ പോയിൻറ്റ് ക്രോസിംഗ് വരുന്നുണ്ടെങ്കിലും ഒരു മാര ക്രോസർ എന്ന് പറയാൻ സാധിക്കില്ല. ചിലത് കണക്റ്റാവും, ചിലത് മിസ്സാവും. മികച്ച ഒരു ഡ്രിബ്ലിംഗ് കാർഡാണിത്. നിങ്ങൾ നന്നായി ഡ്രിബിൾ ചെയ്ത് കളിക്കുന്ന യൂസറാണോ, നിങ്ങൾക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് ഡ്രിബിൾ ചെയ്ത് കളിക്കാൻ പറ്റുന്ന വേറൊരു കാർഡ് കിട്ടാനുണ്ടാവില്ല. പ്രത്യേകിച്ച് വിങ്ങിൽ നിന്നൊക്കെ അകത്തേക്ക് കട്ട് ചെയ്ത് വരാൻ നന്നായിട്ട് പറ്റും ഈ കാർഡിനെ വെച്ചിട്ട്. നല്ല ബാലൻസും ഈ കാർഡിന് വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം, നല്ല ഹൈറ്റുള്ള വലിയൊരു പ്ലെയറാണ് ബെയിൽ. അതുകൊണ്ട് തന്നെ ചെറിയ പ്ലെയേഴ്സായ മെസ്സി, നെയ്മർ, മറഡോണ ഇവരൊക്കെ ഡ്രിബിൾ ചെയ്യുന്ന ഒരു ഒഴുക്കും നമുക്ക് കിട്ടണമെന്നില്ല. ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇടി കിട്ടുമ്പോൾ ബാലൻസ് തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. ഈ കാർഡിൻ്റെ മറ്റൊരു പ്രധാന സ്ട്രെങ്ത് വല തുളയ്ക്കുന്ന അടികൾ തന്നെയാണ്. നല്ല കിക്കിംഗ് പവറും ഫിനിഷിങ്ങും വരുന്ന ഈ കാർഡിന് ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചു കയറ്റാനുള്ള കഴിവുണ്ട്. നന്നായി ലോങ് റേഞ്ച് അടിക്കാനാവും ഈ കാർഡിന്. നക്കിൾ ഷോട്ട്, ഡിപ്പിംഗ് ഷോട്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് മുതലായ ഷൂട്ടിംഗ് സ്കില്ലുകളും ആക്രോബാറ്റിക് ഫിനിഷിംഗ്, ഫിനോമിനൽ ഫിനിഷിംഗ്, ഈ ഫിനിഷിംഗ് സ്കില്ലുകളും ഈ കാർഡിനെ കൂടുതൽ ഡേഞ്ചറാക്കുന്നു. ഒരു ഡീസൻറ്റ് കേളും ഈ കാർഡിന് കൊടുത്തിട്ടുണ്ട്. വിങ്ങിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് വന്ന് ബോക്സിലേക്ക് കയറി കേൾ ചെയ്തിട്ടാൽ സുഖമായിട്ട് കയറും. പക്ഷേ ഒരു ബ്ലിറ്റ്സ് കേൾ ലെവലൊന്നും നിങ്ങൾ ഈ കാർഡിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ലോങ് റേഞ്ച് കേളർ എന്ന സ്കില്ല് കൊടുത്താൽ കൂടുതൽ മെച്ചപ്പെടും. പക്ഷേ ഇത്രയൊക്കെ സ്കില്ലുകളും സ്റ്റാറ്റും ഈ പ്ലെയറിനുണ്ടെങ്കിലും ഒരൊറ്റ കാര്യമാണ് ഈ കാർഡിനെ ഈ ഫുട്ബോൾ 2025 ഗോഡ് കാർഡാക്കാത്തത്. അത് ഈ പ്ലെയറിൻ്റെ ഇൻകൺസിസ്റ്റൻസിയാണ്. പ്ലെയർ ഫോം നോക്കിയാൽ നമുക്ക് കാണാം ഇൻകൺസിസ്റ്റൻ്റ് എന്ന്. പക്ഷേ ഗെയിമിലേക്ക് നോക്കുമ്പോൾ നോർമൽ, ഗുഡ്, എക്സലൻറ്റ് ഫോംസ് മാത്രമേ കാണുകയുള്ളൂ. പൂർ ഫോം ഒരിക്കലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പല യൂട്യൂബേഴ്സും ഈ ഇൻകൺസിസ്റ്റൻറ്റ് ഫോം സീനില്ല എന്ന് പറയുന്നതാവും നിങ്ങൾ കേട്ടിട്ടുള്ളത്. പക്ഷേ അതല്ല, കളിക്ക് മുമ്പ് ഗുഡ് ഫോം ഒക്കെ കാണിച്ചാലും ഇൻ ഗെയിമിൽ ചില കളികൾ തീരെ കളിക്കുന്നില്ല ഈ കാർഡ്. ഒരു കളിയിൽ മികച്ച കളി കളിച്ച് 4-5 ഗോളുകളൊക്കെ നേടിയാലും ചിലപ്പോൾ തൊട്ടടുത്ത കളിയിൽ അതിൻ്റെ 10-1 പോലും കളി പുറത്തെടുക്കുകയില്ല. കഴിഞ്ഞ കളിയിൽ മാരക ലോങ് റേഞ്ചർ ഗോൾസ് ഒക്കെ അടിച്ചാലും തൊട്ടടുത്ത കളിയിൽ സിമ്പിൾ ചാൻസസ് പോലും മിസ്സാക്കും. ആദ്യമൊക്കെ ഈ കാർഡ് കിട്ടിയപ്പോൾ ഞാനും ഫോം മാത്രം നോക്കിയാണ് കളിപ്പിച്ചത്. പക്ഷേ ചിലപ്പോൾ ഫോമിന് ഒത്ത ഒരു പെർഫോമൻസ് അല്ല ഇൻ ഗെയിമിൽ കിട്ടുന്നത്. സിമ്പിൾ ചാൻസസ് പോലും മിസ് ചെയ്യുന്നു. ഒരു ഇടി കിട്ടുമ്പോൾ പെട്ടെന്ന് വീഴുന്നു. ആദ്യം വിചാരിച്ചത് സ്ക്രിപ്റ്റിംഗ് ആണെന്നാണ്.
പിന്നീട് ക്രമേണ മനസ്സിലായി ഇൻ ഗെയിമിൽ ഫോമിൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട് ഈ കാർഡിനെന്ന്. ഈ കാർഡ് കയ്യിലുള്ളവർക്ക് ഈ കാര്യം റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുവരെ ഈ കാര്യം ശ്രദ്ധിക്കാത്ത യൂസേഴ്സ് ആണെങ്കിൽ ഇനി മുതൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇത്രയും പൊസിഷനിൽ ഈ പ്ലെയറിനെ കളിപ്പിക്കാനാവുമെങ്കിലും ഏറ്റവും ബെസ്റ്റായിട്ട് ബെയിലിനെ കളിപ്പിക്കാൻ പറ്റുക CF, SS, റൈറ്റ് വിങ് ഫോർവേഡ് ഈ 3 പൊസിഷനുകളിലാണ്. ഇതിൽ നിങ്ങളുടെ ടീമിൻ്റെ ആവശ്യമനുസരിച്ച് മാറ്റി മാറ്റി കളിപ്പിക്കാനുമാകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കളിപ്പിക്കാൻ ആവശ്യമുള്ള പൊസിഷൻ അനുസരിച്ച് മാത്രം ട്രെയിൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കൊരു പ്രത്യേക പ്രോഗ്രഷൻ പോയിന്റ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം ഞാൻ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ കളിക്കുക. ഞാൻ CFൽ ഇട്ട് നന്നായി സ്പീഡിൽ ഓടിച്ച് കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഡ്രിബിൾ ചെയ്ത് കളിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഫിസിക്ക് യൂസ് ചെയ്ത് കളിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുക. കൂടാതെ ഓരോ ഗെയിം പ്ലേക്ക് അനുസരിച്ച് ട്രെയിനിങ്ങിൻ്റെ പ്രോഗ്രഷൻ പോയിന്റ് മാറ്റി കൊടുക്കാനും ശ്രദ്ധിക്കുക. ബെയിലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എങ്ങനെ ഏത് രീതിക്ക് വേണമെങ്കിലും ട്രെയിൻ ചെയ്യാൻ പറ്റും എന്നതാണ്. അതിനുള്ള പ്രോഗ്രഷൻ പോയിന്റ്സ് ഈ കാർഡിന് കിട്ടുന്നുണ്ട്. റൈസിംഗ് ഷോട്ട്, ലോങ് റേഞ്ച് കേളർ, ഡബിൾ ടച്ച്, ഹീൽ ടിക്ക്, ത്രൂ പാസിംഗ് ഈ സ്കില്ലുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡിങ്, അൺടച്ച് പാസ് ഒക്കെ കൊടുക്കാം. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഫുട്ബോൾ 2025 ഏറ്റവും ടോപ്പ് അറ്റാക്കേഴ്സിൽ ഒരാൾ, അല്ലെങ്കിൽ ഒരു എൻ കാർഡ്, അല്ലെങ്കിൽ ഒരു OP കാർഡ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം ഈ കാർഡിനെ. എനിക്ക് പേഴ്സണലി ദ ബെസ്റ്റ് അറ്റാക്കർ ഇൻ ഈ ഫുട്ബോൾ 25 എന്നാണ് തോന്നിയിട്ടുള്ളത് ഈ കാർഡിനെ കുറിച്ച്. കാരണം എല്ലാം ഉണ്ട് ഈ കാർഡിന്. ഒരു കുറവുള്ള സ്റ്റാറ്റ് പോലും ഒരു മേഖലയിലും വരുന്നില്ല. കൂടാതെ അറ്റാക്കിങ്ങിൽ ഏത് പൊസിഷനിലും മാറ്റി മാറ്റി കളിപ്പിക്കാനുമാവും ഈ പ്ലെയറെ. ആദ്യം നമുക്ക് തോന്നുക കളിപ്പിക്കുമ്പോൾ തോന്നുന്ന ഈ ഇൻകൺസിസ്റ്റൻസിയാണ്. പക്ഷേ ബെയിൽ ഫോമായിട്ടുള്ള കളികളിൽ ഈ കാർഡിനെ തടുക്കാൻ ഒരു ഡിഫൻഡർക്കും ഈ ഫുട്ബോൾ 2025 ആവില്ല. ഇനി ഈ പാക്ക് കറക്കണോ വേണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഈ ഫുട്ബോൾ 2025 ബെയിൽ കളിക്കുന്ന കളിയെപ്പറ്റിയാണ്. 26 ഗെയിം പ്ലേയിൽ ഈ കാർഡ് എങ്ങനെ കളിക്കും എന്ന് എനിക്ക് ഉറപ്പില്ല. കൂടാതെ ഒരു പുതിയ പവർഫുൾ കാർഡ് 2026 എന്തായാലും കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അടുത്ത അപ്ഡേറ്റിലേക്ക് കോയിൻസ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നവർ ഈ പാക്കിൽ പൊട്ടിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു 1000 താഴെയൊക്കെ കോയിൻസ് ഉള്ളവർ ആണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഭാഗ്യം പരീക്ഷിച്ചോളൂ. ശിവശങ്കോ ആയാലും ബെയിലായാലും ആരെ കിട്ടിയാലും വെർത്താണ് ഈ പാക്കിൽ. കോയിൻസ് സേവ് ചെയ്തവർ അതുപോലെ തന്നെ തുടരുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ കാർഡ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇനിയും കൂടുതൽ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കിട്ടാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്